ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അർദ്ധവൃത്തത്തിലെ കോണ് എന്താണ്? അതായത് സെമി സർക്കിളിലെ ആംഗിൾ എന്താണെന്ന് ചോദിച്ചത്. അർദ്ധവൃത്തം എന്ന് പറയുമ്പോൾ വൃത്തത്തിൻ്റെ പകുതി. അപ്പോൾ അതിലുള്ള കോണ്, ഇവിടെ ഈ കോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എന്താണ്? 90 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കില്ല. സോ 90 ഡിഗ്രിയാണ് നമ്മളോട് എഴുതി കൊടുക്കേണ്ടത്. സോ 90 ഡിഗ്രി. ഓക്കെ. ചിത്രത്തിൽ എ ബി ഒരു അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണ്. എ ബി എന്ന് പറയുന്നത് ഡയമീറ്ററാണ്, വ്യാസമാണ്. എ പി ബി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അർദ്ധവൃത്തത്തിലെ കോണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് പറയില്ല? അർദ്ധവൃത്തത്തിലെ കോണാണെന്നോ ഒന്നും പറയില്ല. ക്വസ്റ്റ്യനിൽ ഇത്രയും ഉണ്ടാവുള്ളൂ. ഇങ്ങനെ എ പി ബി എത്രയും ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് വ്യാസമാണ്. അപ്പോൾ ഇത് നടുക്കത്തെ ബിന്ദുവാണ്. ഇതെന്താണ്? അർദ്ധവൃത്തത്തിലെ കോണാണ്, 90 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രി എന്ന ആൻസർ ചെയ്തുകൊള്ളു. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ കോൺ എ സി ബിയുടെ അളവ് കണ്ടുപിടിക്കുക. ഇവിടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൃത്തത്തിൻ്റെ ഭാഗം, ഒരു ചാപം നമ്മൾ കൺസിഡർ ചെയ്താൽ, ഒരു ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ, ആ ചാപത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാകുന്ന കോൺ എന്താണോ അതിൻ്റെ നേരെ പകുതിയായിരിക്കും അതിൻ്റെ മറുചാപത്തിലെ ഒരു പോയിന്റിലുണ്ടാക്കുന്ന കോൺ. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ കോണിൻ്റെ പകുതിയായിരിക്കും നേരെ പുറത്തുണ്ടാവുക. സോ ഇത് 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരിക? 35. 70ൻ്റെ പകുതി 35 വരിക. സോ ഇത് 70 ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരിക? 35. അതേ പരിപാടിയാണ് ഇവിടെ വരിക. ഇവിടെ 100 ആണെങ്കിൽ 100ൻ്റെ പകുതി 50. ഇവിടെ 120 ആണെങ്കിൽ 120ൻ്റെ പകുതി 60. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് ഇവിടെ നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ എ ഒ ബി ആയി ചോദിച്ചത്. എ ഒ ബി എന്ന് പറയുമ്പോൾ, ഈ കാണുന്ന എ ഒ ബി എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ സെൻട്രലുള്ള ഈ ആംഗിളാണ് കാണുന്നത്. ഈ കേന്ദ്രത്തിലുള്ള ഈ കോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പകുതിയാണ് അവിടെ എന്ന് പറഞ്ഞെങ്കിൽ, ഇതിന് ഹാഫാണ് അവിടെ എന്നെങ്കിൽ നേരെ തിരിച്ച് അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരും. 30ൻ്റെ ഇരട്ടി എത്ര? 60 വരും. 75ൻ്റെ ഇരട്ടി എത്ര? 150. സോ ഇത് 150 ഡിഗ്രി. ഇത് 55 ഇവിടെ എങ്കിൽ 55ൻ്റെ ഇരട്ടി ആയിരിക്കും എവിടെ വരിക? ഇവിടെ വരിക. സോ 55ൻ്റെ ഇരട്ടി, 50ൻ്റെ ഇരട്ടി 100 ആണ്, 5ൻ്റെ ഇരട്ടി 10 ആണ്. അപ്പോൾ 110 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ താഴെ തന്നിരിക്കുന്ന ഓരോ ചിത്രത്തിലും എ ക്യൂ ബി കാണണം. എ ക്യൂ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ് നടുവിലുണ്ടാവും. ക്യൂ ആണെങ്കിൽ ക്യൂവിലുള്ള കോണാണ്. അതിന് സ്റ്റാർട്ടിംഗ് ആണ് എയും ബിയും. എന്നുവെച്ചാൽ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് എയും ബിയും. അപ്പോൾ ക്യൂ എന്ന പോയിന്റിൽ എയിൽ നിന്നും ബിയിൽ നിന്നും വരുമ്പോഴുള്ള കോൺ എന്ന് വെച്ചാൽ ഈ കോൺ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ കോൺ എന്താണോ അതും ഇതും കൂടി കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഇത് 80 ആണെങ്കിൽ 80ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ 180 കിട്ടുമെന്ന് അറിയണമെങ്കിൽ ഇത് 180 കുറച്ചാൽ മതി. സോ 180 80 കുറച്ചാൽ എത്ര? 100. സോ അതുകൊണ്ട് ഈ കാണുന്ന കോണളവ് എത്ര? 100. അതേപോലെ ഇത് 110 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും വരിക? 180 110നെ കുറച്ചാൽ മതി, 70 കിട്ടും. അടുത്ത എന്താ? 130 കുറക്കാൻ പോകുന്നത്. 180 130നെ കുറച്ചാൽ 100 100 പോയാൽ 100 പോയി. 80 30 കുറച്ചാൽ 50. സോ ഇത് എത്ര വരിക? 50 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം വെറൈറ്റിയാണ്. എന്താണ് ഇത്? പുതിയൊരു കോൺസെപ്റ്റ് ഇതാണ്. ഒരു വൃത്തത്തിൽ 2 ഞാണുകൾ വെച്ചാൽ കോഡ്സ്, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കോഡ്സ്, എ ബി എന്ന് പറയുന്ന കോഡും സി ഡി എന്ന് പറയുന്ന കോഡും, 2 ഞാണുകൾ, അവർ പരസ്പരം കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ആര്? പി. എങ്കിൽ പി എന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും പി എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഗുണിച്ചാൽ, അഥവാ പി എ ഇൻറ്റു പി ബി ചെയ്താൽ കിട്ടുന്ന അതേ ഉത്തരമായിരിക്കും പി ഇൻറ്റു സി, പി സി എന്ന് പറയുന്ന ദൂരവും പി ഡി എന്ന് പറയുന്ന ദൂരം തമ്മിൽ ഗുണിച്ചാൽ പി സി ഇൻറ്റു പി ഡി ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. സോ ഇതാണ് ഇവിടുത്തെ കണക്ഷൻ. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ഇതിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സാധനം നോക്കുക. എ ബി സി ഡി ഞാണുകളാണ്, പിയിൽ കൂട്ടിമുട്ടുന്നു. അതൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. എ ബി എത്രയാണ്? 10 ആണ്. എ ബി ഒന്നായിട്ട് 10 അല്ലേ? ഇവിടെ 6 തന്നില്ലേ? ആ 6 ആരാ? പി ആണ്. അപ്പോൾ എ ബി ഒന്നായിട്ട് 10 ആണെങ്കിൽ ആ 10ന്ന് 6 കുറച്ചാൽ എത്ര? അപ്പോൾ നമ്മളിവിടെ വായിക്കുന്ന അതേ സമയം ചിത്രം നോക്കും കൂടി വേണം. അപ്പോൾ ഇതൊന്നായിട്ട് 10 ആണെങ്കിൽ ഇത് 6 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. നമുക്ക് 10 അല്ല വേണ്ടത്. ഇവിടുത്തെ ടോട്ടലുള്ള 10 അല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഈ കാണുന്ന ജസ്റ്റ് ഈ പീസ് മാത്രമാണ്, പി സി ആണ് വേണ്ടത്. പി എയും പി സി ആണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 10 അല്ല ആവശ്യം. ഇനി പി എ 6 ആയാൽ, പി എന്താ 6 ആയാൽ പി ബി എന്താണ്? 4 ആണ്. നമുക്ക് കിട്ടി. ഇനി പി ഡി എത്രയാണ്? 8 ആണ്. പി ഡി എന്ന് പറയുന്നത് 8 ആണ്. പി ഡി എന്ന് പറയുന്നത് 8 ആണ്. പി സിനെ കുറിച്ച് അറിയോ? അറിയില്ല. ഇനി ചോദ്യം നോക്കിക്കോട്ടോ. പി ബി എത്രയാണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താ പി ബി ആരാ നോക്ക്? 4 ആണ്. ഈ പി എ 6 ആണ്. എ ബി ഒന്നായിട്ട് 10 ആണ്.
ആ എ ബി ഒന്നായിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ല. ആ എ ബിന്ന് 6 കുറച്ചാൽ കിട്ടുന്ന 4, അത് മാത്രം നമുക്ക് മതി. അപ്പോൾ പി ബി ആണ് ചോദിച്ചത്. പി ബി എത്രയാണ്? പി ബി എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ പി ബിയുടെ നീളം എത്രയാണ്? 4 എന്ന് ആൻസറോടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് 4 ആണ്. പി ബി സമം 4 സെൻറ്റിമീറ്റർ കേട്ടോ. അടുത്ത് പി സി ഇൻറ്റു പി ഡി എന്താണ്? പി സി ഇൻറ്റു പി ഡി 2 തരത്തിൽ ഇതിന് ആൻസർ എഴുതാൻ പറ്റും. പി സി ഇൻറ്റു പി ഡി പറയുമ്പോൾ പി സി ഇതാ, പി ഡി ഇതാ. നമുക്കറിയാം പി സി ഇൻറ്റു പി ഡി ആർക്ക് തുല്യമാണ്? പി എ ഇൻറ്റു പി ബിക്ക് തുല്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചാണ് പി എയും പി ബിയും കൊണ്ട് ഗുണിച്ചാൽ പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. അപ്പോൾ പി സി ഇൻറ്റു പി ഡി എന്താണെന്ന് വെച്ചാൽ പി എ ഇൻറ്റു പി ബി ആണ്. പക്ഷേ ഇത്ര എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. പക്ഷേ ശരിക്കും അവർ ഉദ്ദേശിച്ചത് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. പി എ എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം 6 ഇൻറ്റു പി ബി ആരാണ്? 4. 6 ഇൻറ്റു 4 എത്ര? 24. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് ചോദിക്കുന്നത് അറിയോ? ചോദിച്ചിരുന്നതാ പി സി എത്രയാണ്? പി സി അറിയോ? ഇല്ല. പി സി കാണാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പി സി കാണാൻ പറ്റും? പി ഡി അറിയാം. പി ഡി എന്താണ്? 8. അപ്പോൾ പി ഡി 8 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പി സി ഇൻറ്റു പി ഡി സമം ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എത്ര? 24. ഇതിൽ പി സി ആണ് കാണാനുള്ളത് അല്ലേ? ഇൻറ്റു പി ഡി അറിയാം. പി ഡി എത്രയാണ്? 8 സമയം എത്ര? 24. സോ ഈ ഇൻറ്റു 8 പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ ആരെ കിട്ടും? പി സി കിട്ടും. അപ്പോൾ പി സി സമം 24 ചോട്ടിക്ക് ആര് പോവും? 8 പോവും. 24/8 എത്രയാണ്? 3 8 24. അപ്പോൾ പി സി സമം എത്രയായി? 3 സെൻറ്റിമീറ്റർ. ഇതാണ് പി സി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതേ ടൈപ്പാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? എ ബി സി ഡി ഞാണുകൾ പി കൂട്ടിമുട്ടുന്നു. എ ബി 15 ആണ്. എ ബി ഒന്നായിട്ട് എത്രയാണ്? 15 ആണ്. എ ബി ഒന്നായിട്ട് 15 ആണെന്നുണ്ടെങ്കിൽ ആ 15ൽ നിന്ന് ഈ പി എ 12 തന്നിട്ടുണ്ട്. പി എ എത്രയാണ്? അപ്പോൾ ഈ എ ബി ഒന്നായിട്ട് 15 ആണ്. പി എ 12 ആണെങ്കിൽ ബാക്കി പി ബി എത്രടാ? 15 12 വെച്ചാൽ 3. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കിക്കുക. പി ബി എത്രയാണ്? പി ബി സമയം എത്രയാണ്? 3. അത് കഴിഞ്ഞു. അടുത്തത് സി പി. സി പി ഇത് നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി തിരിച്ചതാണ്. പി സി തന്നെയാണ് സി പി. പി സിയും പി ഡിയും. അതിൽ പി സി ആരാണ്? 9 ആണ്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പി സി തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാം പി സി ഇൻറ്റു പി ഡി ആർക്ക് തുല്യമാണ്? പി സി ഇൻറ്റു പി ഡി പി എ ഇൻറ്റു പി ബിക്ക് തുല്യമാണ്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക പി എ ഇൻറ്റു പി ബി. അതിൻ്റെ കൂടെ എന്തും കൂടി എഴുതിയാൽ നല്ലതാണ്? വാല്യൂം കൂടി എഴുതിയാൽ നല്ലതാണ്. പി ആരാ? 12 12. പി ബി എത്രയാണ്? 13 ആണ് അല്ലേ? 12 ഇൻറ്റു 3 എത്രയാണ്? 36. ഇനി നമുക്ക് കാണേണ്ടത് പി ഡിയുടെ നീളമാണ്. എന്താണ് കണ്ടത്? പി ഡി. പി ഡി എന്ന് പറയുന്നത് ഈ കാണാമല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് 36 ആണെന്നുള്ളതിൽ അതിൽ നമുക്ക് എന്തറിയാം? പി സി അറിയാം. പി സി എത്രയാണ്? 9. ഇപ്പോൾ തന്നിരിക്കുന്ന സി പി എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം പി സി തന്നെയാണ്. അതാരാണ്? 9 ആണ്. 9 ഇൻറ്റു പി ഡി സമം 36. അപ്പോൾ പി ഡി ആരാ ചോദിച്ചാൽ പി ഡി സമം ആ അപ്പുറത്ത് കിടക്കുന്ന 36ൻ്റെ ചോട്ടിക്ക്, ഈ 36ൻ്റെ ചോട്ടിക്ക് ആരെ കൊണ്ടുപോവുക? 9നെ കൊണ്ടുപോവുക. സോ കിട്ടുന്നത് എന്താ? 36/9 എത്രയാണ് വരിക? 4 9 36. 4 സെൻറ്റിമീറ്ററാണ് പി ഡി വരിക. സോ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. മൊത്തം നമുക്കൊരു 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ചിത്രത്തിൽ എ ബി എന്താണ്? അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണ്. എന്ന് വെച്ചാൽ വൃത്തത്തിൻ്റെ നേരെ പകുതി അർദ്ധവൃത്തം, അതിൻ്റെ വ്യാസമാണ്. എന്ന് വെച്ചാൽ ഡയമീറ്ററാണ്. അപ്പോൾ ഈ കാണുന്നത് കേന്ദ്രത്തിൽ കൂടെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് ഇവർ തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്? കണക്ഷൻ ഉണ്ട്. കണക്ഷൻ ഇതാണ്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സിൻ്റെ സ്ക്വയർ ആയിരിക്കും. പി സിൻ്റെ സ്ക്വയർ. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സിൻ്റെ സ്ക്വയർ എന്നാണ് ഇവിടുത്തെ റിലേഷൻ. നേരത്തെ പി സി ഇൻറ്റു പി ഡി എന്നാണ്. അവിടെ പി സി ഇൻറ്റു പി ഡിക്ക് പകരം ഇവിടെ എന്തായിരിക്കും വരിക? പി സി സ്ക്വയർ എന്നായിരിക്കും വരിക. അപ്പോൾ അത് വെച്ചുകൊണ്ട് അളവുകൾ തന്നതെന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ആദ്യം. എന്തൊക്കെയുണ്ട്? എ ബിക്ക് ലംബമായിട്ട് പ്രത്യേകം പറയേണ്ട സാധനമാണ്. എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, ലംബമായിരിക്കണം ആര്? പി സി. അപ്പോൾ പിയിലൂടെ ഒരു ലംബം വരച്ചിട്ടുണ്ട്, അത് സിയിൽ കൂട്ടിമുട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എ ബി ആരാ? 10 സെൻറ്റിമീറ്ററാണ്. എ ബി ഒന്നായിട്ട് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 8 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ട് അവിടെ? 2 ആവും. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ നോക്കിക്കേ, പി ബി എത്രയാണ്? അപ്പോൾ ആൻസർ എന്താ? പി ബി സമം 2 സെൻറ്റിമീറ്റർ. അടുത്തത് പി സിയുടെ നീളം എത്രയാണ്? പി സിയുടെ നീളം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് പി സി. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ ഫോർമുല ഉപയോഗിക്കണം. എന്താ ഫോർമുല? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇതിൽ പി എ ആരാ? പി ബി ആരാ? പി എ എന്ന് പറയുന്നത് 8 ആണ് അല്ലേ?
പി ബി ആരാണ് 2 സമം പി സിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ പി സി സ്ക്വയർ അല്ലേ കിട്ടേണ്ടത്, പി സി അല്ലേ കിട്ടേണ്ടത്. പി സി സ്ക്വയർ സമം 8ഉം 2ഉം കൂടി ഗുണിച്ചാൽ 16 അല്ലേ. അപ്പോൾ പി സി സമം എന്താ വരിക, 16ൻ്റെ റൂട്ട് ആരാടാ 4 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്താ ആൻസർ കിട്ടി, പി സി സമം 4 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്താ വരിക 4. അപ്പോൾ പി സിയുടെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മൾ ആൻസർ. ഓക്കെ അല്ലേ. ഇതേ മോഡൽ ചോദ്യമാണ് ആര് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കണം നോക്കിക്കോട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യം വീണ്ടും പറയുന്നുണ്ട്. എ ബി 20 ആണ്. എ ബി എത്രയാണ് 20 20. ഓക്കെ അല്ലേ. പി ബി എന്ന് പറയുന്നത് ആരാ 16 അപ്പോൾ 20 16 വർഷം ബാക്കി എത്ര വരും, 4 വരും. പി എന്ന് പറയുന്നത് 4 വരും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പി എത്ര, അപ്പോൾ പി എ സമം 4 സെൻറ്റിമീറ്റർ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പി സി എത്രയാണ്. സെയിം വേ എന്താണ്, പി സി സ്ക്വയർ സമം പി എ ഇൻറ്റു പി ബി എന്ന് ഞാൻ തിരിച്ച് എഴുതിയാൽ മതി. എളുപ്പം പരിപാടി കഴിയും, മനസ്സിലായില്ലേ. തിരിച്ച് എഴുതാം. പി എ ആരാണ് 4, പി ബി ആരാണ് 16. 4 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര 64. 64 നമുക്ക് ആറ് സ്ക്വയറാണത് 8ൻ്റെ സ്ക്വയർ. എളുപ്പം പരിപാടി ചെയ്യും. പി സി സ്ക്വയർ 8ൻ്റെ സ്ക്വയർ ആണെങ്കിൽ പി സി ആരാ 8 ആണ്. എളുപ്പം എഴുതാൻ പറ്റും, റൂട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ പി സി സമം എത്രയാണ് വരിക 8. പി സി സമം 8 എന്ന് എഴുതുക, 8 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ. ഇത്രയേ ഉള്ളൂ സംഭവം.